നമ്മൾ സാധാരണഗതിയിൽ എല്ലാവർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ മാറാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് പ്രയാസങ്ങളുമായിട്ടാണ് എന്നെപ്പോലെ തന്നെ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാറാൻ സത്യത്തിൽ നമുക്ക് നമ്മളെ ദൈവം നമ്മളിൽ തന്നത് നമുക്ക് കുറച്ച് സ്കില്ലുകളാണ് തന്നത്. ആ സ്കില്ലുകളെ നമ്മൾ മാക്സിമം ഡെവലപ്പ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ആരാണോ ഉപയോഗപ്പെടുത്തുന്നത് അവനാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു 19ാമത്തെ വയസ്സിൽ ആരംഭിച്ചതായിരുന്നു IT അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. ആ 24 വർഷത്തെ യാത്രയിൽ ഞാൻ ഒരുപാട് ആളുകളെ കൈപിടിച്ചുയർത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും സന്തോഷവും. അതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകൾ എന്ന് പറയുന്നത് വുമൺസ് ആണ്, പെൺകുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ വേദനയുള്ള ഒരുപാട് ആളുകൾ ഇന്നും ഈ ലോകത്തുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കഴിയുന്ന അത്രയും ആളുകൾക്ക് മലയാളീസിന് വേണ്ടിയിട്ട്, മലയാളം സംസാരിക്കുന്ന കേരളത്തിനകത്തും പുറത്തൊക്കെ ജീവിക്കുന്ന കേരളീയരായ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, ഇതേപോലുള്ള കോഴ്സുകൾ പല സ്ഥലത്തും ഇല്ലേ, അത് അവിടെ ചെയ്താൽ എന്താണ്, ഇവിടെ ചെയ്താൽ എന്താണ്, ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, IT അക്കാദമിയിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കി തരാം. അത് IT അക്കാദമി അത് കഴിഞ്ഞതിന് ശേഷം IT അക്കാദമി ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ് എന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊന്ന് അറിയിക്കാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കി തരാം IT അക്കാദമി എന്തെല്ലാം കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത്. IT അക്കാദമിയിൽ IT അക്കാദമിയിൽ 3 months ഡ്യൂറേഷൻ മുതൽ 3 months, 6 months, 12 months, ഇങ്ങനെ 12 months or 15 months ഇങ്ങനെ ഒരുപാട് കോഴ്സുകളാണ് IT അക്കാദമിയിലുള്ളത്. ഈ ഡ്യൂറേഷനിൽ വരുന്ന ഒരുപാട് കോഴ്സുകളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാം സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളാണ് എല്ലാം നടത്തുന്നത്. നമ്മളുടെ കഴിവുകളെ നമുക്ക് ഉണർത്തിയെടുത്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 മാസത്തെ കോഴ്സുകൾ എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് 2 വിഭാഗമുണ്ട്. ഓഫ്ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ഉണ്ട്. ഇതിനെല്ലാം ഓഫ്ലൈൻ വരുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 6 മാസത്തെ കോഴ്സിലും സെയിം സിസ്റ്റം തന്നെയാണുള്ളത്. ഓൺലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ഉണ്ട്. 1 year പ്രോഗ്രാമിലും 15 months പ്രോഗ്രാമിലുള്ളതും അതുപോലെ തന്നെയാണ്. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. ഇത് ലോകത്ത് എവിടെ നിന്നും പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഓഫ്ലൈൻ ആണ് ഓൺലൈൻ ആണ് എന്ന് കരുതിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്ക് അവിടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും അതുപോലെ തന്നെ IT കോഴ്സുകളും ഉണ്ട്. ഇതെല്ലാത്തിലും ഇങ്ങനെ തന്നെയാണുള്ളത്. IT കോഴ്സുകളും ഉണ്ട്. അതിൽ IT കോഴ്സുകളിൽ തന്നെ അക്കൗണ്ടിങ് കോഴ്സുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിൽ നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഞാൻ എടുത്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കോഴ്സിൻ്റെ പേര് കേട്ടിട്ടോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ കണ്ടിട്ടോ നമ്മൾ പോയിട്ട് യാതൊരു കാര്യം ഇല്ല. IT അക്കാദമിയും അങ്ങനെ തന്നെയാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. പല ആളുകളും ഇന്ന് പേടിച്ചിരിക്കുകയാണ്, കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചുടുവെള്ളത്തിൽ ചാടിയ പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോഴും പേടി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം പെട്ടുപോയതിൻ്റെ പേടിയാണുള്ളത്. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, IT അക്കാദമിയിൽ വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും നഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. അത് ഞങ്ങൾക്ക് ഷുവറാണ്. ഓക്കെ, മറ്റുള്ള ഓഫറുകളൊന്നും മോഹന വാഗ്ദാനങ്ങളൊന്നും ഞങ്ങൾ നൽകാറില്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾ തരും എന്നുള്ളത് ഉറപ്പാണ്. ഇതിലും ഈ 6 മാസത്തിലും അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും അതുപോലെ തന്നെ IT കോഴ്സുകളും ഉണ്ട്. ഈ 12 monthsലും 15 monthsലും അതുപോലെ തന്നെ
ഈ 12 മന്ത്സിലും 15 മന്ത്സിലും ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രൈമറി ടി ടി സിയും അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സിയും അതുപോലെ തന്നെ ഇത് രണ്ടും ഓൺലൈനാണ്, ഇത് ഓൺലി ഓൺലൈൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും PG കോഴ്സുകളും അതുപോലെ IT കോഴ്സുകളുണ്ട്. IT കോഴ്സുകൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇതിലുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള കോഴ്സ് എന്താണ്, അതെങ്ങനെ സെലക്ട് ചെയ്യാം, എൻ്റെ വേദന എന്താണ്, ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താണ് ലഭിക്കേണ്ടത്, എൻ്റെ പ്രോബ്ലം എന്താണ്, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരാൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തതിൻ്റെ പേരിൽ പരാജയപ്പെട്ടത് കൊണ്ട് അവരെ കുറ്റം പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതിൽ പല ഫീസും ഉണ്ട്. ഫീസൊക്കെ നിങ്ങൾക്കാണ് നിങ്ങളുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച്, നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന കോഴ്സുകളാണ്, ഫീസ് സ്ട്രക്ചറുകളാണ് എല്ലാ കോഴ്സിലും ഉള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, അതുപോലെ തന്നെ IT അക്കാഡമി ആണെങ്കിൽ ഉള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. IT അക്കാഡമി ആണെങ്കിൽ, അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ ഒരു സിലബസിനെ പഠിക്കുന്നു, ഒരു സിലബസ് എടുക്കുന്നു, ഒരു കോഴ്സിൻ്റെ നെയിം എടുക്കുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു 3 മന്ത്സ് കോഴ്സ് എടുക്കുന്നു. നമ്മൾ എന്താ കരുതിയത്, ചെറിയൊരു കോഴ്സ് പഠിക്കാം, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറാം, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ 3 മാസത്തെ കോഴ്സ് എടുക്കുമ്പോൾ അയാളുടെ പ്രോബ്ലത്തിനുള്ള കോഴ്സ് ആവുന്നുണ്ടോ എന്നുള്ളത് ഒരിക്കലും ഒരാൾ ചിന്തിക്കുന്നില്ല. അയാൾ ആകെ നോക്കുന്ന 2 കാര്യങ്ങളുള്ളൂ: ഫീസ് കുറവുണ്ടോ, അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പെട്ടെന്ന് ജോലി കിട്ടും, കുറേ സമയം കഴിഞ്ഞിട്ടും ജോലി കിട്ടും. അത് എങ്ങനെ? ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രശ്നം എന്താണോ അതനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഈ പ്രശ്നം എന്ന് പറയുന്ന കാര്യം ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് സിലബസ് പഠിക്കണമെങ്കിൽ ഇന്ന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബിൽ പഠിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ChatGPT ഉപയോഗിച്ചിട്ട് പഠിക്കാം, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനി ഉപയോഗിച്ചിട്ട് പഠിക്കാം, വാട്സപ്പിലെ AI ഉപയോഗിച്ചിട്ട് പഠിക്കാം. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സിലബസ് പഠിക്കാം, സിലബസിലുള്ള കണ്ടന്റുകളെ പഠിച്ചേക്കാം. പക്ഷേ ഇതിലെല്ലാം ഉപരി നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രൊഫഷനിലും നിങ്ങൾക്ക് മികച്ചതാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരുപാട് കാലം മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് IT അക്കാഡമി സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ മാത്രമേ നിങ്ങൾക്കത് സാധിക്കുള്ളൂ. ലൈഫ് സ്കിൽസ് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ലെവലിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് ചെയ്യുന്നതിലുപരി ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ഒരു ജോലി കിട്ടുന്നതിലുപരി നിങ്ങളുടെ ലൈഫ് തന്നെ മുഴുവനായിട്ട് മാറാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ ക്ലാസ്സുകളും സിലബസുകളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളടുത്ത് നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലവഴിക്കുന്ന നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പണവും, നിങ്ങളുടെ ടൈം ആൻഡ് മണി, ഇതാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്, നഷ്ടപ്പെടില്ല എന്നുള്ളത്. ഇത് ഞങ്ങൾക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും. കാരണം ഇതെല്ലാം പറയുന്നത് ഞങ്ങളുടെ റിസൾട്ടുകൾ സംസാരിച്ചതാണ്. ഞങ്ങളിൽ വന്ന സ്റ്റുഡൻസ് ഉണ്ടായ മാറ്റങ്ങളും അവർ നേടിയെടുത്ത വിജയങ്ങളും സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ളത് പറയാൻ കാരണം. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോൾ മുതൽ നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ പല ചളിക്കുത്തുകളും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായ, അപ്പോൾ പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം മുതലേ ഉണ്ടായ ഒരുപാട് നിബന്ധനകൾ, ആ നിബന്ധനകൾ, അതുപോലെ തന്നെ പല ആളുകൾക്കും പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും, പല പീഡനങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെയെല്ലാം തരണം ചെയ്യാനും ഇതിനെയെല്ലാം മാറ്റിയെടുക്കാനും പറ്റുന്ന കപ്പാസിറ്റി ആദ്യം ഉണ്ടാക്കാതെ നമുക്ക് ഒരിക്കലും ഒരു നല്ല രീതിയിലൊരു ജോലി ചെയ്യാനോ
അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജോലി കണ്ടെത്താനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇതിന് വേണ്ട സമയമാണ് നിങ്ങൾ ജോലിയിൽ കയറാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു കോഴ്സ് സെലക്ട് ചെയ്തത് കൊണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല. IT അക്കാദമി വരുമ്പോൾ ഞങ്ങൾ തരുന്ന ഗ്യാരണ്ടി ഇതാണ്, നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം ഇതാണ്, നിങ്ങളുടെ ലൈഫും സെറ്റാവും, നിങ്ങളുടെ ജോലിയും സെറ്റാവും. ഇത് രണ്ടും ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. കാരണം ഒരു മനുഷ്യൻ്റെ വൈകാരിക തലം എന്ന് പറയുന്ന മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന പ്രോബ്ലംസിനെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന കഴിവുകളെ, സ്കില്ലുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്കാലത്തും സ്വസ്ഥവും സുസ്ഥിരവുമായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാനോ സന്തോഷത്തോടു കൂടിയിട്ട് ജോലി ചെയ്യാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അത് ആദ്യം റെഡിയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന പ്രോഗ്രാം. അതിന് ഒരു മനുഷ്യന് ആവശ്യമുള്ളത് 90 ഡേയ്സിൻ്റെ, അതായത് 90 ദിവസത്തെ ഒരു ടാസ്ക് ആണ് ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത്. അതിന് നമ്മൾ ആളുകളുടെ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പ്രോബ്ലംസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ കോഴ്സ് കഴിഞ്ഞാൽ കിട്ടേണ്ട കാര്യങ്ങൾ അതിൽ നിന്നാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഏതെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് ചിന്തിച്ച് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്നാണ്. നമ്മൾ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണോ ചെയ്യേണ്ടത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഏത് കോഴ്സ് ചെയ്ത ആളാണെങ്കിലും, മുന്നേ കോഴ്സുകൾ ചെയ്ത ആളുകളായിരിക്കാം, ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം, ഓൾറെഡി വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളായിരിക്കാം, നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കാം. ഇങ്ങനെ എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രയാസങ്ങളെല്ലാം, ഡിസ്ട്രാക്ഷൻസുകളെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ കോഴ്സുകളാണ് IT അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേവലം ഒരു കോഴ്സിൻ്റെ പേരിലോ കോഴ്സിൻ്റെ ഡ്യൂറേഷനിലോ കോഴ്സിൻ്റെ ഫീസിലോ അല്ല കാര്യം ഇരിക്കുന്നത്. നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് അതിലുണ്ടോ, നമ്മളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ട, കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. നിങ്ങൾക്ക് അങ്ങനത്തെ എന്ത് തരത്തിലുള്ള ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും. ഓക്കെ, IT അക്കാദമി എന്ന് പറയുന്നത് 24 വർഷത്തെ പാരമ്പര്യമുള്ള, മലപ്പുറത്ത് സുസ്ഥിരമായിട്ട് നിൽക്കുന്ന, അതിഗംഭീരമായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും 14 ജില്ലകളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. പഠിക്കുന്നതിൽ ഏറ്റവും ഭൂരിപക്ഷം കോഴ്സുകളും ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ പഠിപ്പിക്കുന്ന അത്രയും സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളിൽ വന്നിട്ട് നിങ്ങൾ ഒരിക്കലും നഷ്ടബോധം നിങ്ങൾക്കുണ്ടാവില്ല. എക്കാലത്തും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പരിജ്ഞാനങ്ങളും എല്ലാവിധ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം.